ഇന്ന് ഒരു 4 മണി പലഹാരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. കപ്പ കൊണ്ടുള്ളൊരു വിഭവം. പല നാട്ടിലും പല പേരിലാണ് അറിയപ്പെടുക. കപ്പ, മരച്ചീനി, കൊള്ളി അങ്ങനെ പല രീതിയിലും പറയും കേട്ടോ. നന്നായി വെന്തുടയുന്ന കപ്പ നാരുകളൊക്കെ മാറ്റിയെടുക്കാം. അതിനുശേഷം നന്നായി കുഴച്ചെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. മിക്സ് ആയിട്ടുണ്ട്. അതിന് ശേഷം ഒരു 3 ടീസ്പൂൺ മൈദ ഉപയോഗിക്കാം. നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കണം. മൈദ അധികം പാടില്ല. മൈദ കുറച്ച് എടുത്താൽ മതിയാവും. ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തതിന് ശേഷം നന്നായി കുഴച്ചെടുക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂൾ വിട്ടിട്ട് 4 മണിക്ക് വരുമ്പോൾ അവർക്ക് നല്ല ടേസ്റ്റോടെ കഴിക്കാൻ പറ്റുന്നൊരു വിഭവമാണ് ഇത്. മയോണീസോ സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നന്നായിരിക്കും. നല്ല പാകമായിട്ടുണ്ട്. അതിനുശേഷം മൊസറല്ല ചീസ്, ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ ധാരാളം ലഭിക്കുന്നതാണ്. ഇത് ഈ കൂട്ടിന് നന്നായിട്ട് ചേർക്കുക. കുറച്ചധികം ചേർക്കാം. ചീസ് ചേരുന്നതിനനുസരിച്ചിട്ട് ടേസ്റ്റും കൂടുന്നതായിരിക്കും. അതിനുശേഷം നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടെടുക്കാം. ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഒന്ന് പരത്തി വെക്കുന്നുണ്ട്. ഒരു ചെറിയൊരു മോൾഡ് യൂസ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തിട്ടെടുക്കാം. അധികം കട്ടിയില്ലാതെ എടുക്കുന്നതായിരിക്കും നന്നാവുക. രണ്ട് ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ചെറിയൊരു ബൗൾ യൂസ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തിട്ടെടുക്കാനാണ് ഞാൻ നോക്കുന്നത്. മുകളിൽ കുറച്ച് എണ്ണ തടവാൻ ഈ ചെറിയൊരു ബൗൾ ഉപയോഗിച്ചാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അതിനകത്ത് പിടിക്കാതിരിക്കാനാണ്.
ഇനി കുറച്ച് കട്ടി കുറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാനുള്ള പരിപാടിയാണ്. ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഒരു കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് റൗണ്ട് ചെയ്തിട്ട് പരത്തിയെടുക്കുക. ഇനി ഒരു ചീനച്ചട്ടി ഉപയോഗിച്ചിട്ട് സൺഫ്ലവർ എണ്ണ യൂസ് ചെയ്തിട്ട് നമുക്ക് എണ്ണയിൽ ഇട്ട് പൊരിച്ചെടുക്കാനുള്ള ഒരു പദ്ധതിയാണ്. എണ്ണ യൂസ് ചെയ്യാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം പൊരിച്ചെടുക്കാം ഓരോന്നായിട്ട്. ഒന്ന് തിരിച്ചും മറിച്ചും വേവിച്ചെടുക്കാം. ഇത് കുറച്ച് കട്ടി കൂടുതലുള്ള കാരണമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കപ്പ ചീസ് 4 മണി പലഹാരം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുക. നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, പട്ടാമ്പിന്ന് അഷ്റഫ്. ഓക്കെ, താങ്ക് യു.